ഇന്നൊരു സ്പെഷ്യൽ സോയ ചങ്ക്സ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിക്കോളൂ. ഇതിനായിട്ട് ഒരു പാൻ വെച്ചത് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കേട്ടോ. നമ്മളെടുക്കുന്ന സവാളയുടെ അനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് സവാളയാണെങ്കിൽ കുറച്ച് ഓയിൽ മതിയാവും. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ മിക്സിയിലൊന്ന് ഇട്ടിട്ട് കറക്കിയെടുത്തതാണ് കേട്ടോ. ചതക്കുകയാണെങ്കിൽ ചതച്ചെടുത്താൽ മതി. ഇതാകുമ്പോൾ എളുപ്പപ്പണി ആയില്ലേ. അങ്ങനെ അത് ഒരു തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2.5 കപ്പ് സോയ ചങ്ക്സാണ് എടുത്തത്. പിന്നെ നമ്മളതിലേക്ക് സവാളയായിട്ട് 4 വലിയ സവാള, ചെറുതാണെങ്കിൽ 5-6 എടുത്തോ. അത് സോയ ചങ്ക്സ് എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇത് 2.5 കപ്പ് സോയ ചങ്ക്സിനുള്ള അളവാണിത്. അപ്പോൾ 4 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞ് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അതൊന്ന് ഇളക്കി കൂട്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് അത്രയും ചെയ്താൽ മതി കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോ. അത് 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ആദ്യമേ തന്നെ ഇത് ബ്രൗൺ കളറായിട്ടൊന്നും വഴറ്റിയെടുക്കണ്ട. അങ്ങനെ ഇതിലേക്ക് ഇനി അടുത്തത് ചേർക്കാനുള്ളത് മസാലയാണ്. അപ്പോൾ ഈ മസാല പൊടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുഴുവനോടെയുള്ള പെരുംജീരകം, പിന്നെ മുഴുവനോടെയുള്ള കുരുമുളക്, പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാതും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ മുഴുവനോടെയുള്ള കുരുമുളകും പെരുംജീരകവും നന്നായിട്ട് ഇതിൻ്റെ കൂടെ പൊടിഞ്ഞു കിട്ടി. ഇനി ഈ മസാല നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചാൽ മതി. ഞാൻ ഈ മുളകും മല്ലിപ്പൊടിയും ഒക്കെ നന്നായി മൂക്കട്ടെ, പച്ചമണം പാടില്ല. അതിനുശേഷം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയായിരുന്നു. അതെടുത്ത് മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേസ്റ്റ് ആക്കിയത് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. ഇനി ഈ തക്കാളി ഇവിടെ കിടന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ, എണ്ണ തെളിയണ വരെ വാട്ടിയെടുക്കുക. ഇന്നത്തെ ക്യാമറാമാൻ വേറെയാണ് കേട്ടോ. നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുത്തതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ ക്യാമറാമാൻ്റെ. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടു വന്നപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ചൂടുവെള്ളമാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ ചൂടുവെള്ളം കൂടെ അതിലൊഴിച്ചു കൊടുത്തു. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ സോയ സോസാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും. ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. അപ്പോൾ ചിലർക്ക് സോയ സോസ് ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു ചേർക്കണ്ട. പക്ഷേ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മണമാണ് കറിക്ക്, പ്രത്യേക മണമാണ്. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ 2.5 കപ്പ് സോയ ചങ്ക്സ് ഇട്ടിട്ടുണ്ടെന്നില്ല. അത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കഴുകി എടുത്തിട്ട് കുക്കറിൽ നല്ലതായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് 1 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 1 വിസിൽ മതി, അധികം വേവണ്ട. പിന്നെ ഇതിൽ കിടന്നിട്ട് ആയിക്കോളും. അപ്പോൾ കുറച്ച് ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു സോയ ചങ്ക്സിൽ. അങ്ങനെ അത് നമ്മൾ ഈ മസാലയിൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് സിമ്മിലിടാം. ഇനി എത്ര നേരം വേണമെങ്കിലും നമുക്കിത് വരട്ടിയെടുക്കാം. അതായത് എത്ര ഡ്രൈ ആവുന്നോ നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. കൂടുതലിങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഈ റോസ്റ്റ് സൂപ്പറാണ്. സോയ ചങ്ക്സ് അങ്ങനെയാണല്ലോ, അധികം വെള്ളത്തിൽ കിടക്കണതല്ലല്ലോ നല്ലത്. നന്നായിട്ട് സമയം ഉണ്ടെങ്കിൽ കുറച്ച് അധികം നേരം ഇങ്ങനെ വഴണ്ട് വരട്ടെ. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കാലത്ത് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉച്ചയ്ക്കും കഴിച്ചു. നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ എങ്ങനെയുണ്ട്, ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.